ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ എണീറ്റ് വന്ന് കോലോൺ എണീറ്റ് പല്ല് തേച്ചതേ ഉള്ളൂ. സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. കുറേ ആയിട്ട് വീഡിയോസൊന്നും ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഇന്ന് എനിക്കെൻ്റെ IELTS എക്സാമാണ്. ഞാൻ IELTS അല്ല, സെൽപ്പിപ്പാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. 2 മണിക്കാണ് എനിക്ക് ടെസ്റ്റ്. ഉച്ച കഴിഞ്ഞ് ഇവിടെയല്ല, കിങ്സ്റ്റണിൽ പോകണം. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 150 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ വീഡിയോ ആകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ റെഡി ആവണം, ഫുഡ് കഴിക്കണം, എന്നിട്ട് ഇറങ്ങണം. അപ്പം ഞാൻ പെട്ടെന്ന് റെഡിയായി. ഇതാണ് എൻ്റെ കോലം. ഞാൻ മുടി വെട്ടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കോലം. അപ്പോൾ റെഡിയായി, ഫുഡ് കഴിച്ചില്ല, എല്ലാം കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി സാമ്പാറാണ്, കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ എൻ്റെ കൂടെ വരാൻ ഇന്ന് 2 പേര് വരുന്നുണ്ട്, ലിബിനും അലനും. അപ്പോൾ അവന്മാരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. അവർ വരുന്ന താമസമുള്ളൂ ഇനി ഇറങ്ങാൻ. അപ്പോൾ ഞാൻ ആദ്യം കഴിക്കട്ടെ പെട്ടെന്ന്, അന്നേരത്തേക്കിന് അവർ വരും. ലെറ്റ്സ് ഹാവ് സം ഇഡ്ഡലി സാമ്പാർ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞാൻ റെഡി ആയി. കണ്ടോ, ഞാൻ പോകാൻ നേരത്തെ ഒരാളേറ്റു ടാറ്റ ബൈ ബൈ പറയാൻ നോക്ക്. ഞാൻ പോവാ. എല്ലാ സാധനമായിട്ട് എടുത്ത് പാസ്പോർട്ട് എടുത്തു പോവാം. മെയിനായിട്ട് അതാണ്, പാസ്പോർട്ട് മതി, വേറെ നമുക്ക് ആവശ്യമില്ല. പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ നിറയെ സാധനങ്ങളുണ്ട്, ഗ്ലൗസ്, ലാപ്പ്, ബാഗ്. ഓക്കെ, പോട്ടെ. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു. അലനില്ല, ലിബി മാത്രമേ ഉള്ളൂ. ഞാൻ മുമ്പ് അലനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ ടെസ്റ്റ് സെൻറ്ററിലെത്തി. വരുന്ന വഴി ഓരോ ടീമൊക്കെ മേടിച്ചു. ചായ, സ്റ്റിക് ടീ, ട്രിപ്പിൾ. എൻ്റെ സെൻറ്റർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ടെസ്റ്റ് സെൻറ്റർ. അവിടെ സെൽപ്പിപ്പ് ഒഫീഷ്യൽ സെൻറ്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ബെറ്റ്സ്. അപ്പം ഞാൻ ഇറങ്ങി, ഇനി കയറാൻ പോവാണ്. അകത്ത് കയറി നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് വെക്കാനായിട്ട് അവരൊരു ലോക്കർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് ആയിരുന്നു. അതിനുശേഷം എക്സാം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. 3 മണിക്കൂർ എടുത്തുണ്ടായിരുന്നു. 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും കഴിഞ്ഞു. കൊള്ളായിരുന്നു. ആദ്യമായിട്ടാണ് സെൽപ്പിപ്പ് ഇടുന്നത്. കുറച്ച് കോമഡി ആയിട്ടൊക്കെ എനിക്ക് തോന്നി. എനിക്ക് റീഡിങ് പാടായിരുന്നു. ലിസണിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നത് പോലും എനിക്കറിയത്തില്ല. റൈറ്റിങ് കുഴപ്പമില്ലായിരുന്നു. സ്പീക്കിങ് കോമഡി ആയിരുന്നു സത്യം പറഞ്ഞ. ഓക്കെ, എന്തായാലും ഞാൻ വണ്ടി പോയി കയറട്ടെ. തണുപ്പുണ്ട്. അവിടെയാണോ വണ്ടി? ലിബൂസ് പാവരുന്ന് ബോറടിച്ചിട്ടാ. ബോറടിച്ചോ ചേട്ടാ? സോ ഫൈനലി ഞങ്ങളിപ്പോ കിങ്സ്റ്റൺ എഴുതിയ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കണ്ടോ, നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട് ഇപ്പൊ. അതെ, നല്ല രസമുണ്ട്. അണ്ട, എന്റെ കണ്ണാടി നിങ്ങൾക്ക് കിങ്സ്റ്റൺ കാണാൻ പറ്റുന്നില്ലേ? കൊള്ളാം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഞാൻ എൻ്റെ വിസയ്ക്ക് വെച്ചപ്പോൾ ഫസ്റ്റ് വെച്ച സ്ഥലം കിങ്സ്റ്റൺ ആയിരുന്നു. അപ്പോഴാണ് റിജക്ഷൻ ആയത്. തണുപ്പൊന്നുമില്ലെന്ന് പറഞ്ഞ് ഗ്ലൗസ് ഉണ്ടെന്ന് വെച്ചിട്ട് ഗ്ലൗസ് ഉണ്ടെന്ന് പറഞ്ഞ ഒരുത്തന്നെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതെ, കനേഡിയനൊക്കെ ചെറുതായിട്ട് പല്ല് കൂട്ടിയിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണേ. ഒന്ന് നോക്കിയേ. ഇവിടെ ഇങ്ങനെ ഒരു ട്രെയിനിന്റെ ഫ്രണ്ട്. ആ കാണുന്നത് ഹാർബർ ആണ്. ഇതിന്റെ അപ്പുറത്ത് ഇപ്പൊ പോണില്ല. എനിക്ക് തണുപ്പും ഇതുകൊണ്ടൊക്കെ നമ്മുടെ ആരോഗ്യം കൂടെ. ഈ ഒരു കണ്ടീഷനിൽ ഞങ്ങൾക്ക് അധികം പ്രിക്കോഷൻസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ മഞ്ഞ് പെയ്യുന്ന സമയത്ത് നമുക്ക് പോകാൻ പറ്റില്ല. ആയതിനാൽ ഞങ്ങൾ പോകുന്നില്ല. നല്ലതായിട്ട് തണുക്കുന്നുണ്ട്. എൻ്റെ ഒരു കൈ ഇപ്പൊ ഏകദേശം മരച്ചിട്ടുണ്ട്. കണ്ടോ, ഞാൻ ആ ഗ്ലൗസ് ഒരു കൈ പിടിച്ചിട്ടാണ് ഞാനിപ്പോ വീഡിയോ എടുക്കുന്നത്. മുക്കുന്ന വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊരു പള്ളിയുണ്ട് ഞങ്ങളുടെ ഫ്രണ്ടിൽ, അവിടെ കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ സ്കീയിങ് ചെയ്യുന്ന സ്ഥലത്തെത്തി. ബട്ട് നമ്മൾ ചെയ്യുന്നില്ല, കാരണം നമുക്കറിയില്ല. നമ്മുടെ കയ്യിൽ ആ ഷൂ ഇല്ല. നമുക്ക് നോർമൽ ഷൂട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ കാണുക എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്.
ഞങ്ങൾക്ക് തണുപ്പ് സഹിക്കാൻ വയ്യാതെ കൊണ്ട് കൈയും കാലും ഒക്കെ ഫ്രോസൺ ആയതുകൊണ്ട് ഞങ്ങൾ ഓടി വന്ന് വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. തീർന്ന് എന്നെ കൊണ്ട് ഇനി സാധിക്കുമെന്ന് തോന്നുന്നില്ല. എൻ്റെ കാലൊക്കെ മറിച്ച് കൈക്കൊക്കെ സീരായിട്ടായിരിക്കുന്നത്, അപ്പോൾ കാണത്തില്ല. അപ്പോഴും വീഡിയോ എടുക്കുന്ന എൻ്റെ ഒരു മനസ്സ് നിങ്ങൾ മനസ്സിലാവും. അതാരും കാണാണ്ട് പോരുത്. ഒന്നിന് ചൂടായിട്ടേ പറ്റില്ല. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഇപ്പോൾ ഇവിടെ സ്നോ പെയ്യുന്നുണ്ടോ കാണിക്കാം. തണുപ്പ് മാറ്റി ഞാൻ വേറെ ഗ്ലൗസ് ഇട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കൈ ഇപ്പം മരിക്കുന്നില്ല. ഇത് മുമ്പേ കാണിച്ച ട്രെയിൻ തന്നെയാണ്. ചുമ്മാ ഞങ്ങൾ ഇതിൻ്റെ പിന്നെ കിങ്സ്റ്റൺ വഴി അവിടെ വന്നു. ഇപ്പോൾ നല്ല ശക്തമായി മഞ്ഞ് പെയ്യുന്നുണ്ട്. ഇവിടെ നന്നായിട്ട് പെയ്യുന്നുണ്ട്. ഇവറ്റൊക്കെ തണുക്കണില്ലാവോ അല്ലേ? അപ്പം ഞങ്ങൾ വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്ത് ഫുഡ് കഴിക്കാനുള്ള കയറാണ്. വിശപ്പിൻ്റെ വിളി വന്നു. ഫുഡ് കഴിക്കട്ടെ. എന്താണ്? ടേസ്റ്റി ഇന്ത്യൻ ബാർ ആൻഡ് ഗ്രിൽ. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. അല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ചിക്കൻ സാധനം വന്നു. എന്താണത്? ചിക്കൻ 65 സ്പൈസി. ഞങ്ങളങ്ങനെ ഇപ്പോൾ തിരിച്ച് ഫസ്റ്റ് ഓൺ റൂട്ട് വരെ വന്നു. ഇതൊന്നിനെ കണക്കാതെ ഇവിടെ നിന്നൊരു ചായ പിന്നെയും മേടിച്ചേക്കാന്ന് കരുതി ചിമ്മിൻ്റെ മുന്നേ വന്നു. അങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ എൻ്റെ സെൽഫ് എക്സാം കഴിഞ്ഞു. ഇനി 2 ദിവസത്തിനുള്ളിൽ റിസൾട്ട് അറിയാം. എന്തായാലും റിസൾട്ട് വരട്ടെ, അറിയാം. അപ്പോൾ ഓക്കെ, ബൈ.